നമസ്കാരം, ബ്ലിസ്ഫുൾ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് 1 ഇയർ കോഴ്സ് ഫാൻഷോ കോളേജിൽ നിന്ന് ചെയ്തതിൻ്റെ റിവ്യൂ ആണ്. ആ കോഴ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് പറയുന്നുണ്ട്, അതിലെയുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു വർഷത്തെ കോഴ്സ് ആയതുകൊണ്ട് 2 സെമസ്റ്ററാണ് നമുക്കുള്ളത്. സോ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലോട്ട് തന്നെ കിടക്കാം. ഫസ്റ്റ് സെമസ്റ്ററിൽ എത്ര സബ്ജക്ട്സ് ഉണ്ട് എന്ന് 1 by 1 ആയിട്ട് പറഞ്ഞോളൂ. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ നമുക്ക് 6 സബ്ജക്റ്റാണ് വരുന്നത്. മാനേജീരിയൽ അക്കൗണ്ടിങ്, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, റിസ്ക് അസസ്മെൻറ്റ്, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, ഇതൊക്കെയാണ് സബ്ജക്ട്സ് വരുന്നത്. ഇതിൽ ഓൾറെഡി ഞാൻ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനും റിസ്ക് അസസ്മെൻറ്റ് ഓൾറെഡി ഞാൻ കഴിഞ്ഞ കോഴ്സിൽ പഠിച്ചതാണ്. ഞാൻ ക്രെഡിറ്റിന് അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ക്രെഡിറ്റിന് അപ്ലൈ ചെയ്തപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി. സോ എനിക്ക് ക്രെഡിറ്റ് കിട്ടിയില്ല. ഞാൻ ആ സബ്ജക്റ്റ് ഒന്നുകൂടെ പഠിക്കേണ്ടി വന്നു. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന സബ്ജക്ട്സ് ഫസ്റ്റ് സെം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ സബ്ജക്ട്സിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയ സബ്ജക്റ്റ്, അതായത് അതിലേക്ക് മാത്രമല്ല ഹോൾ ക്ലാസ് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാലോ, ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെയുള്ള സംസാരം, എൻ്റെ അമ്മോ ഈ പ്രൊഫസർ ഒരു തൊല്ലയാണ്, ഇങ്ങേരെ കൊണ്ട് തോറ്റു എന്നൊക്കെ തോന്നിയ ഒരു സബ്ജക്റ്റ്. അതായത് നിങ്ങൾ പഠിക്കാനും ഇച്ചിരി ടഫാണ്, അല്ലെങ്കിൽ പഠിക്കാനൊന്നും കുഴപ്പമില്ല, പക്ഷേ പ്രൊഫസറിൻ്റെ ഒരു ഇത് കാരണം അങ്ങനെ തോന്നിയൊരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് പൊതുവേ ഉള്ള ഒരിതാണേ. ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് ഫസ്റ്റ് സെം കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിരുന്നു. ക്ലാസ്സസ് ഒന്നും മാൻഡേറ്ററി ആയിരുന്നില്ല. സോ ചെറിയ രീതിയിലൊന്നും ഉഴപ്പിയിട്ടുണ്ട്. ലൈക്ക് ക്ലാസ്സിൽ മര്യാദയ്ക്ക് കയറിയിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അസൈൻമെൻറ്റ്സ് കാര്യങ്ങൾ ഇതൊക്കെ ടൈമിന് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയത് റിസ്ക് അസസ്മെൻ്റ് ആണ്. അത് പ്യുവർലി തിയറി സബ്ജക്റ്റാണ്. എനിക്ക് ഏറ്റവും കുറവ് മാർക്കും അതിനാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു സൈഡ് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഉഴപ്പിയിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ്ലി ആ പ്രൊഫസർ എന്ന് പ്രോബ്ലമാറ്റിക് കാണുന്നില്ല. മാർക്ക് പൊതുവേ കുറച്ച് പേർക്ക് കുറവായിരുന്നു പുള്ളിയുടെ സബ്ജക്റ്റിൽ, അത്രയേ ഉള്ളൂ. വേറെ പ്രോബ്ലംസ് അങ്ങനെ ഒരു രീതിയിലില്ല. എനിക്ക് കുറച്ചുകൂടെ പേഴ്സണൽ തോന്നിയ ലൈക്ക് ഉദ്ദേശിച്ച മാർക്ക് കാര്യങ്ങളൊന്നും അല്ല അസൈൻമെൻറ്റ് ചെയ്തപ്പം എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് തന്നെയാണോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്ലാസ്സിൽ എല്ലാവർക്കും ഒന്ന് ടഫായിട്ട് തോന്നിയത്? കുറച്ച് പേർക്ക് അക്കൗണ്ടിങ്ങും ടഫായിട്ട് തോന്നിയായിരുന്നു എന്നെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പം ഐ തിങ്ക് പ്രോബ്ലംസ് കുറച്ച് പ്രോബ്ലംസ് ആയിരുന്നു, ഫുള്ളി പ്രോബ്ലംസ് ആയിരുന്നു. പിന്നെ എക്സാമിനാണെങ്കിലും 100 ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫുള്ളി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതായത് MCQs കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. ഐ തിങ്ക് അക്കൗണ്ടിങ്ങും കുറച്ച് പേർക്ക് ടഫായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ചോദിക്കുന്നതിൻ്റെ കാര്യം, ക്ലാസ്സിലൊരു ആവറേജ് എടുക്കുമ്പോഴേക്കും എല്ലാവർക്കും ടഫായിട്ട് ഉള്ളതെന്ന് ചോദിക്കുന്നതിന് കാരണം, ചില ആളുകൾക്ക് ഇപ്പോൾ ഒരു പ്രോബ്ലമാറ്റിക് മാത്രമായിരിക്കും ടഫ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇപ്പോൾ അത് മാത്രമായി പോകും. അപ്പോൾ പൊതുവേ നോക്കുമ്പോഴേക്കും എല്ലാവർക്കും കൂടെ ഉള്ളത് നോക്കുമ്പോഴേക്കും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ഇതാണ് എല്ലാവർക്കും ഒരു ഇച്ചിരി പാടായിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഈസി ഗോയിങ് ആയിരുന്നു ഫസ്റ്റ് സെമസ്റ്റർ എസ്പെഷ്യലി. ബിക്കോസ് ഞാൻ മുമ്പത്തെ കോളേജിൽ ഓൺലൈൻ ആയിരുന്നു എന്നുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് ഒരു ക്ലാസ്സിലും കയറാതെ അങ്ങനെ നമുക്ക് പറ്റത്തില്ലായിരുന്നു. ഇൻ ക്ലാസ് ആയിരുന്നു കുറേ അസൈൻമെൻറ്റ്, ഇൻ ക്ലാസ് പ്രസൻറ്റേഷൻസ് കാര്യങ്ങൾ. ഇതൊക്കെയാണെങ്കിൽ റെക്കോർഡഡ് പ്രസൻറ്റേഷൻ സബ്മിഷൻസ് ഒക്കെ ആയിരുന്നു. ഇൻ ക്ലാസ് ആക്ടിവിറ്റി കാര്യങ്ങളൊന്നും ലെക്ചർ കേട്ടാലും കേട്ടില്ലെങ്കിലും ആർക്കായാലും പാസ്സാവാം എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ക്ലാസ്സസിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും പൊതുവെ ഈസി ഗോയിങ് ആയിരുന്നു. അന്നേരം പാസ്സാവും, എന്തായാലും പാസ്സാവും, ആ രീതിയിലായിരുന്നു ഫസ്റ്റ് സെം. ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ്. അപ്പോൾ അടുത്ത ചോദ്യം, ഇതിൽ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയ ഒരു സബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ എല്ലാവർക്കും ഇത് കുഴപ്പമില്ല, ചുമ്മാ പോയി എഴുതിയാലും പാസ്സായിക്കോളാം, അല്ലെങ്കിൽ ഇത് വലിയ ടഫില്ല, സാറെല്ലാം കൂളാണ്, അങ്ങനെ തോന്നിയ ഒരു സബ്ജക്റ്റ്? പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഭയങ്കര ഈസി ആയിരുന്നു. എനിക്കിഷ്ടമാണ് ഇതുപോലെ പ്രൊജക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും, പ്രൊജക്റ്റിൻ്റെ ചാർട്ടേഴ്സ് ചെയ്യാനും, അങ്ങനത്തെ പ്രൊജക്ട്സ് ഇൻ ജനറൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. പ്രൊഫസറും ഭയങ്കര ചില്ലായിരുന്നു, വാരിക്കോരി മാർക്ക് കൊടുത്തൊരു തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. സോ ഇറ്റ് വാസ് പ്രിറ്റി ചിൽ. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഐ തിങ്ക് എല്ലാവർക്കും നല്ല മാർക്കുണ്ടെന്ന്.
ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ കാര്യം ഒരുവിധം പിടികിട്ടി കാണും. പിന്നെ ഒന്നുകൂടെ പറഞ്ഞേക്കാം, ഫാൻഷോ കോളേജിലെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെയാണിത്. അല്ലാതെ ബാക്കി കോളേജിലോട്ട് പോകുമ്പോഴേക്കും ചിലപ്പോൾ സെയിം സബ്ജക്ട്സ് വരുന്നുണ്ടാവും, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ വേറെ കോളേജ് പോകുമ്പോഴേക്കും സബ്ജക്ട്സിൽ ചെറിയ മാറ്റങ്ങൾ വരും, പഠിപ്പിക്കുന്ന രീതികൾ മാറും. സോ അപ്പോൾ ഫാൻഷോ കോളേജിലെ വെച്ചിട്ട് ഇവരുടെ ബാച്ചിൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങളിനി ഇതെടുക്കുമ്പോഴേക്കും നിങ്ങൾക്കൊരു ഐഡിയ കാണും, ഇതൊക്കെയാണ് അതിൽ വരുന്നത്, ഇത് ഇങ്ങനത്തെയൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ സെമസ്റ്ററിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 3.9 ആയിരുന്നു എൻ്റെ GPA. അപ്പോൾ വീണ്ടും പഠിപ്പിയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് അതിര മീൻസ് ഇറ്റ്സ് എ ഗുഡ് തിങ്. കാരണം നമുക്ക് നല്ല മാർക്ക് കിട്ടുന്നത് വളരെയധികം വേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിര എഫേർട്ട് ഇട്ടു, നല്ല രീതിയിൽ പെർഫോം ചെയ്തു. സോ 3.9 എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് മാർക്ക്. അപ്പോൾ ഇവിടെ ഫാൻഷോയിൽ ഔട്ട് ഓഫ് 4.2-ലാണ്. ഓക്കെ, അപ്പോൾ കൺഫെഡറേഷൻ കോളേജിൽ ഞാൻ പഠിച്ച സ്ഥലത്ത് 4-ആയിരുന്നു, ഇവിടെ 4.2 ആണ്. കണ്ടില്ലേ, വ്യത്യാസങ്ങളുണ്ട്. സോ അപ്പോൾ 4.2-ൽ 3.9 എന്ന് പറയുന്നത് നല്ലൊരു മാർക്ക് തന്നെയാണ്. പിന്നെ ആരെങ്കിലും തോറ്റായിരുന്നോ? സത്യം പറഞ്ഞാലില്ലേ, ഓൺലൈൻ ആയതുകൊണ്ട് എൻ്റെ ക്ലാസ്മേറ്റ്സ് ആരാ എന്ന് പോലും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. നമ്മൾ സെയിം ഗ്രൂപ്പിലുള്ള കുറച്ച് പേര്, അല്ലാതെ ജനറലി നമ്മൾ ക്ലാസ്സിൽ കാണുന്ന കുറച്ച് പേരെ മാത്രമേ അറിയുള്ളൂ. ഈവൻ ഞാൻ സെക്കൻഡ് സെമ്മിന് ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഇവൻ എൻ്റെ മുമ്പത്തെ ക്ലാസ്സിലുണ്ടായിരുന്നു എന്ന് തന്നെ അറിയുന്നത്. സോ എൻ്റെ ക്ലാസ്സിലുണ്ടായ എല്ലാവരും എനിക്ക് അറിയത്തുപോലുമില്ല. സോ എനിക്ക് അറിയത്തില്ലായിരുന്നു തുടങ്ങുന്നത്. പക്ഷെ തോക്കാൻ വളരെ ചാൻസ് കുറവാണ്. ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റിലാണെങ്കിൽ പോലും ഐ തിങ്ക് BE എന്തായാലും ആൾക്കാർക്ക് കിട്ടിക്കാണും. ബിക്കോസ് എക്സാംസും എല്ലാം ഓൺലൈൻ ആയിരുന്നു. സോ യാ, നമുക്കിനി സെക്കൻഡ് സെമസ്റ്ററിൽ എന്തൊക്കെയാണ് സബ്ജക്ട്സ് വരുന്നതെന്ന് നോക്കാം. ഏതൊക്കെയാണ് പറഞ്ഞോളൂ. സെക്കൻഡ് സെമ്മിൽ 6 സബ്ജക്ട്സ് ഉണ്ട്. ബിസിനസ് ഓപ്പറേഷൻസ് ടെക്നോളജി, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, എംപ്ലോയി റിലേഷൻസ്, ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഫണ്ടമെൻ്റൽസ്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് പ്രോസസ്സസ്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ക്യാപ്സ്റ്റൺ പ്രോജക്റ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ച സബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ടഫായിട്ട് തോന്നി, നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ പോലെ ഏറ്റവും ടഫായിട്ട് തോന്നിയ ഒന്നിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ, ക്ലാസ്സിൽ വെച്ച് നോക്കുമ്പോൾ. എല്ലാവർക്കും പാടായിരുന്നു ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് പ്രോസസ്സസ്. എല്ലാവർക്കും പാടായിരുന്നു, എല്ലാവർക്കും. ഒരാൾ പോലും ആ സബ്ജക്റ്റ് ഈസിയാണെന്ന് പറയില്ല. അത് ആ സബ്ജക്റ്റിൽ വരുന്ന പഠിക്കാനുള്ളത് വെച്ചിട്ടാണോ അതോ ഇനി പ്രൊഫസറിൻ്റെ എന്തെങ്കിലും വെച്ചിട്ടാണോ? ആ പഠിക്കാനുള്ള സബ്ജക്റ്റ് മിക്സ് ഓഫ് തിയറി ആൻഡ് പ്രോബ്ലംസ് ആണ്. പക്ഷേ കൂടുതലും പ്രോബ്ലംസ് ആണ്. പക്ഷേ പ്രോബ്ലംസ് പറഞ്ഞാൽ ഇതുപോലെ അക്കൗണ്ടിങ് അങ്ങനത്തെ ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊന്നുമല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആൻഡ് പ്രൊഫസർ ഓഫ് കോഴ്സ് എന്താ പറയുക, ഒട്ടും കൺസിഡറേറ്റ് അല്ല, ഭയങ്കര റൂഡല്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ആൻഡ് എന്താ പറയുക, ലാസ്റ്റ് മൊമെൻറ്റ് വരെ കുറേ പേരെ ടെൻഷൻ അടുപ്പിച്ച ഒരു പ്രൊഫസറാണ്. ലൈക്ക് പാസ്സാവോ എന്നൊക്കെ എന്താ പറയുക, അങ്ങനെ ടെൻഷൻ അടുപ്പിച്ച ഒരു പ്രൊഫസർ ഉണ്ടെങ്കിൽ അത് ആ പ്രൊഫസറാണ്. സോ പിന്നെ കുറേ പേർക്ക് ഐ തിങ്ക് പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിലും മാർക്ക് കുറവാണ്. ലൈക്ക് ജസ്റ്റ് പാസ് അല്ലെങ്കിൽ ജസ്റ്റ് പാസിന് തൊട്ട് മേളിൽ മാർക്ക്, അങ്ങനെ മാർക്ക് കിട്ടിയ കുറച്ച് പേരുണ്ട്. സോ പക്ഷെ പാസ്സാവുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ സബ്ജക്റ്റ് എസ്പെഷ്യലി. ബിക്കോസ് ഈ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സീനിയേഴ്സ് ആയാലും സൂപ്പർ സീനിയേഴ്സ് ആയാലും ഒക്കെ പറഞ്ഞത് ഈ ഒരൊറ്റ സബ്ജക്റ്റും ഈ ഒരൊറ്റ പ്രൊഫസറുടെ പേരാണ്. ലൈക്ക് വേറെ ഒരു ക്ലാസ്സിലും കയറിയില്ലെങ്കിലും മക്കളെ ഈ പുള്ളിയുടെ ക്ലാസ്സിൽ നിന്ന് പൊക്കോ, പുള്ളി സീനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കൈൻഡ് ഓഫ് പ്രിപ്പയർഡ് ആയിരുന്നു എല്ലാവരും. പക്ഷെ പുള്ളി വെള്ളം കുടിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഈ പ്രൊഫസർ ഒന്ന് മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ്ലൈൻ ക്ലാസ് ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇതുവരെ ഓഫ്ലൈൻ പഠിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാവിലെ കോളേജിൽ പോവുക, ക്ലാസ്സിലിരുന്ന് എക്സാം എഴുതാമെന്നൊക്കെ. നമ്മളിതുവരെ ഓൺലൈനല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, ക്ലാസ്സിലാണ് എക്സാം. പിന്നെ ഈ സബ്ജക്റ്റിൻ്റെ കരിക്കുലത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60% ഓഫ്ലൈൻ എക്സാംസിനായിരുന്നു. അതായത് 60% മാർക്ക് എക്സാമിൽ കൂടിയായിരുന്നു. 30% മിഡ് ടേമിനും 30% ഫൈനൽ എക്സാമിനും. ബാക്കിയുള്ളത് അസൈൻമെൻറ്റ് കൊണ്ടുള്ളൂ. 40% ഉള്ളൂ ഈ അസൈൻമെൻറ്റ് അല്ലെങ്കിൽ ക്വിസ്, കേസ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിട്ട്. 60% ഈ എക്സാമിലായതുകൊണ്ട്, അതും ഓൺലൈൻ അല്ല ഓഫ്ലൈൻ അല്ലേ, സോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൻഡ് അസൈൻമെൻറ്റിലാണെങ്കിൽ പോലും ഈ പിശുക്കിയാണ് മാർക്ക് തന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഈ സബ്ജക്റ്റിലൊരു കേസ് സ്റ്റഡി അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് അസൈൻമെൻ്റ് ആയിരുന്നു. ആൻഡ് പ്രൊഫസർ തന്നെയാണ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഡിവൈഡ് ചെയ്തത്. ആൻഡ് പ്രൊഫസർ ഇതുപോലെ ഒരു മീറ്റിംഗ് റൂം ബുക്ക് ചെയ്തിട്ട്
ഓരോ ഗ്രൂപ്പുകാരെയായിട്ട് അകത്തോട്ട് വിളിക്കും, എന്നിട്ട് ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കും, ഓ ഈ ആൻസർ എങ്ങനെയാണ് കിട്ടിയേ, ഇതെന്തുകൊണ്ട് ഇവിടെ എഴുതിയേ, അത് തെറ്റാണോ, ഇത് ശരിയാണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമുക്ക് ആ ലാപ്ടോപ്പിൽ നമ്മുടെ അസൈൻമെൻറ്റ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ടാവും. അതിലിങ്ങനെ കാണാം പർപ്പിൾ, ഗ്രീൻ, റെഡ്, യെല്ലോ എന്ന് പറഞ്ഞ കളേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ അസൈൻമെൻറ്റിന് പോയി, അടുത്തതിന് പഠിക്കാം. പക്ഷേ ആ അസൈൻമെൻറ്റിന് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ആക്ച്വലി ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 4-5 പാർട്സ് ആയിരുന്നു. അതിൽ ഒരു പാർട്ട് ചെയ്ത എല്ലാവർക്കും നല്ല മാർക്കുണ്ട്, ബാക്കി പാർട്സ് ചെയ്തവർക്ക് കുറച്ച് മാർക്കും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ ഒരൊറ്റ വിഷയമായിരുന്നു എല്ലാവർക്കും ടഫായിട്ട് തോന്നിയത്, ബാക്കിയെല്ലാം നമുക്ക് ഒന്ന് മെനക്കെട്ടാൽ പറ്റും. പിന്നെ ബിസിനസ് ഓപ്പറേഷൻസ് ടെക്നോളജിയും എന്താ പറയുക, അതിന് എക്സാംസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു, ഇറ്റ് വാസ് ഫൈൻ. പക്ഷേ എന്താ പറയുക, അസൈൻമെൻറ്റ്സ് ആയാലും കാര്യങ്ങളൊക്കെ ആയാലും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു മാർക്കോ കാര്യങ്ങളൊന്നും കിട്ടുന്നവർ വളരെ കുറവായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് ലൈക്ക് എന്തായാലും പാസ്സാവും, അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് പ്രോസസ് സബ്ജക്റ്റിന് ഐ തിങ്ക് എല്ലാവരും പാസ്സായി കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതിലായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്തത് ഈ ഒരു സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് എത്രയായിരുന്നു GPA വന്നത്? 3.8. വളരെ നല്ല മാർക്ക് തന്നെയാണ്. 4.2-ൽ 3.8 നല്ല മാർക്ക്. പിന്നെ നേരത്തെ പറഞ്ഞു ഈ ഒരു സെക്കൻഡ് സെമസ്റ്ററിൽ ആർക്കെങ്കിലും ഫെയിൽ ആവുകയോ ഏതെങ്കിലും കോഴ്സ് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആക്ച്വലി എസ്പെഷ്യലി ഈ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് പ്രോസസ്സസ് ആ സബ്ജക്റ്റിൽ കുറേ പേരുടെ ജയിക്കുകയോ തോക്കുമോ എന്നുള്ളത് ആ ഫൈനൽ എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പോഴും ലൈക്ക് ഇപ്പം നമുക്ക് 2 മാർക്ക് മതിയെന്ന് വിചാരിക്കും പാസ്സാവാൻ, സ്റ്റിൽ ആ ഫൈനൽ എക്സാമിൻ്റെ റിസൾട്ട് വന്നാലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും പാസ്സായിരുന്നു. അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. പിന്നെ ഈ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഫണ്ടമെൻ്റൽസിൽ ഐ തിങ്ക് കുറേ പേർക്ക് ഇൻറ്റഗ്രിറ്റി കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. സോ അങ്ങനെ കുറേ പേർക്ക് മാർക്ക് പോയായിരുന്നു. ഐ വിൽ സേ ലീഡർഷിപ്പും കുറച്ച് പേർക്ക് ലൈക്ക് ഇൻറ്റഗ്രിറ്റി കിട്ടിയവർക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു, ബാക്കി ഇറ്റ് വാസ് ഫൈൻ. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് എംപ്ലോയി റിലേഷൻസ് ആണ്. അടിപൊളി, ഒന്നും ആലോചിക്കാനില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇച്ചിരി ബുദ്ധിമുട്ട് കുറച്ച് പേർക്ക് ഉണ്ടായി എന്നുണ്ടെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർ ജയിച്ചു, പാസ്സായി, എല്ലാവരും പാസ്സായി. പക്ഷേ ഒന്ന് വെള്ളം കുടിച്ചു, നല്ലോണം വെള്ളം കുടിച്ചിട്ടാണ് ലൈക്ക് നമുക്ക് ആ ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മുടെ ഇതിലുണ്ട്, പാസ്സാവുമായിരിക്കുമല്ലേ, പാസ്സാവോ ആ ഒരു തോട്ട് എല്ലാവരുടെയും തലയിലുണ്ടായിരുന്നു ആ ലാസ്റ്റ് മൊമെൻറ്റ് വരെ. പക്ഷേ കഴിഞ്ഞ സെമ്മിൽ എന്ന് പറഞ്ഞാൽ ആ സെമസ്റ്റർ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഏകദേശം തീരുമാനമായി ലൈക്ക് പാസ്സാവും, എന്തായാലും പാസ്സാവും, ഇനി ജസ്റ്റുള്ള അസൈൻമെൻറ്റ്സ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി, എല്ലാവരും പാസ്സാവും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 1 ഇയർ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഒരു കോഴ്സ് റിവ്യൂ എന്ന് പറയുന്നത്. പഠിച്ച് പാസ്സായിട്ടുള്ള ഒരാളെ വിളിച്ചിരുത്തിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ ഞാനിങ്ങനെ വെറുതെ ഇരുന്നിട്ട് പറയുന്നതിലൊരു അർത്ഥം ഉണ്ടാവുമെന്ന് തോന്നില്ല. പഠിച്ച് പാസ്സായി വന്ന ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആ ക്ലാസ്സിലെ അനുഭവങ്ങളും എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറയാനും അതിനൊരു ജെന്യൂനിറ്റി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് പഠിച്ച് പാസ്സായവരെ തന്നെ വിളിച്ച് ഇത് ചോദിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് കോഴ്സസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാവുന്നതാണ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും ഇൻ്റർനാഷണൽ ബിസിനസ്സും എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനെ ഒരുവിധം കുറേ കോഴ്സസ് നമ്മളിപ്പോൾ കവർ ചെയ്തു, ഇനിയും നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഇനി എന്തെങ്കിലും ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് പറയാൻ വിട്ടുപോയോ അതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നല്ല കോഴ്സാണ്. ഫസ്റ്റ് സെം വാസ് വെരി ഈസി ഗോയിങ്, അത് ഓൺലൈൻ ആയതിൻ്റെയാണ് മെയിനായിട്ടും. പിന്നെ സെക്കൻഡ് കോഴ്സ് കുറച്ച് ഒരു സബ്ജക്റ്റിന് വേണ്ടി ഇച്ചിരി വെള്ളം കുടിച്ചു, കുറേ കഷ്ടപ്പെട്ടു. ആൻഡ് ഓഫ്ലൈൻ ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നമ്മളൊട്ട് യൂസ്ഡ് അല്ല ഇവിടുത്തെ പ്രൊഫസേഴ്സ് എങ്ങനെയാണ്, ഇൻ ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. നല്ല കോഴ്സാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, അതിനൊക്കെ ഉത്തരം പറയുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ശ്രീഹരി ആൻഡ് ആതിര സൈനിങ് ഓഫ്. Fearless.